ഈ കാണുന്നത് HDFC ബാങ്കിന്റെ 900-ന്റെ കോളാണ്. 13 രൂപ 55 പൈസ. ഞാനത് 14 രൂപയ്ക്കാണ് പിടിച്ചിരിക്കുന്നത്. ഒരു ലോട്ട് കോളാണ് ബൈ ചെയ്തത്. HDFC ബാങ്ക് 879 രൂപയാണ് കിടക്കുന്നത്. ഇന്ന് മാർക്കറ്റ് ഏകദേശം 300 പോയിന്റ് മൈനസിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ HDFC ബാങ്ക് അതിന്റെ ഒരു സപ്പോർട്ട് ലെവലിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം, ദീർഘകാല സപ്പോർട്ട് ലെവലിലേക്ക് വന്നതുകൊണ്ടായിരിക്കാം ഒരു 1% താഴെ മാത്രമേ അടിച്ചിട്ടുള്ളൂ. അത് മാത്രമല്ല, ഒരു ഡൗൺ ട്രെൻഡിനൊടുവിൽ ഒരു സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിൽ ഇവിടെ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത സ്ഥലം നേരത്തെ ഒരു സപ്പോർട്ട് സോണായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് തിരിച്ചു കയറുമെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടെ ഒരു ബെയറിഷ് മാർക്കറ്റ്, ഇതുപോലെയുള്ള ഒരു ന്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ബെയറിഷ് മാർക്കറ്റിൽ ഒരിക്കലും നമുക്ക് ടെക്നിക്കൽ ചാർട്ട് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന്റെ ഒരു പ്രതീക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തിങ്കളാഴ്ച തിരിച്ചു കയറുകയാണെങ്കിൽ ഇത് ഇല്ലെങ്കിൽ ഒരു 50% സ്റ്റോപ്പ് ലോസ് ഇട്ട് ഈ മാസം മുഴുവൻ ഹോൾഡ് ചെയ്യാം. അത്രയാണ് അതിന്റെ ഒരു പ്രതീക്ഷ. 879 പ്രതീക്ഷിക്കുന്ന ടാർഗറ്റ് ഒരു 960 ഒക്കെ എത്താനുള്ള ചാൻസ് ആണ് കാണുന്നത്. അതായത് 13 രൂപ ഒരു 60 രൂപയൊക്കെ ആയിക്കഴിഞ്ഞ് സെല് ചെയ്യാം എന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നാളെ അവധിയാണ് മാർക്കറ്റ്. മറ്റന്നാളത്തെ മാർക്കറ്റ് എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ട് കാണാം. എന്തായാലും ഇത് ഒരുപാട് മറ്റ് സ്റ്റോക്കുകളൊക്കെ ഉണ്ട്, പക്ഷെ അത്യാവശ്യം സ്ട്രോങ് ആയി നിൽക്കുന്ന HDFC ബാങ്കാണെന്ന് കണ്ടതുകൊണ്ടാണ്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിന്റെ ADR കൂടെ ഒന്ന് നോക്കിക്കളയാം. നമുക്കിപ്പോൾ HDFC ബാങ്കിന്റെ ADR നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഏകദേശം ഒരു പെർഫോമൻസ് മനസ്സിലാവും. HDFC ബാങ്ക് നമുക്ക് ഫുൾ ലിസ്റ്റ് ഓഫ് ADR നോക്കിക്കാം. ലിസ്റ്റ് ഓഫ് ADR നമുക്ക് ലിസ്റ്റ് ഓഫ് ADR സ്റ്റോക്ക് എന്ന് അടിച്ചു. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഫുൾ ലിസ്റ്റ് ഓഫ് ADR ഇൻവെസ്റ്റ്മെന്റിലോട്ട് പോകാം. നമുക്ക് ഏകദേശം ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടും. ഇൻഫോസിസ് HDFC ബാങ്ക് ADR 1.96% മൈനസ് ആണ്. ഓക്കെ, അതൊന്നും ഒരു വിഷയമുള്ള കാര്യമല്ല.